ജീവിതത്തിൽ ഒരു വ്യക്തികളും തെറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ പോലും അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് പറയാൻ ഒരു ന്യായമുണ്ടാവും, അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ന്യായമുണ്ടാകും. ഇനി ശരി ചെയ്യുന്ന കാര്യങ്ങളിലോ നമുക്ക് പൂർണ്ണമായിട്ടും ശരിയെന്ന് ബോധ്യമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പോലും അത് മനസ്സിലാക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്, അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ ശരികളെ അല്ലെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥയെ എന്തിനേറെ പറയുന്നു, നമ്മളൊരു ദുഃഖം നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ പോലും അതേ ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിയോടാണ് നമ്മൾ നമ്മുടെ ഒരു മനോദുഃഖം പറയുന്നതെങ്കിൽ അവർക്കത് മനസ്സിലാകാതെ പോകും. അപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഒരു മനുഷ്യനുണ്ടാകുന്നത് നമ്മളെ മറ്റുള്ളവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. ഏറ്റവും വലിയ നേട്ടം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെയെങ്കിലും നമുക്ക് നമ്മളുടെ ബന്ധത്തില് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിജയവുമാണ്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദേഷ്യം. ദേഷ്യം എന്ന് പറയുന്ന വികാരം, കോപം. പൊതുവെ ഈ മുൻകോപം ഉള്ളവരൊക്കെ സാധു മനസ്സിന്റെ ഉടമകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതൊരു പരിധിവരെ സത്യമാണ്. കാരണം അവർക്ക് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്. അതൊരു നല്ല ശീലമല്ല. ദേഷ്യം എന്ന് പറയുന്ന വികാരം ഒരു നല്ല ശീലമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു സ്വഭാവമുള്ള സുഹൃത്തുക്കൾ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അതിന്റെ ദോഷം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. നല്ല ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, നല്ല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മുൻകോപക്കാരനാണ് നമ്മളെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതൊരു ചീത്ത വികാരം തന്നെയാണ്, അത് നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷെ പൊതുവെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് ഈ മുൻകോപം പ്രകടമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. കാരണം അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മനസ്സിൽ വരുന്ന വികാരം പുറത്തു വരുന്നതാണ്. ദേഷ്യം എന്ന് പറയുന്ന വികാരത്തിന്റെ മാതാവ് സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നാണ് പലപ്പോഴും ദേഷ്യം ഉണ്ടാകുന്നത്. 100% എല്ലാ ദേഷ്യത്തെയും അല്ല ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മുടെ ഉയർച്ചയില് ഈഗോ കൊണ്ടുവരുന്ന ദേഷ്യം, ശത്രുത, അങ്ങനെ എന്തെങ്കിലും ഒരു ശത്രുത കൊണ്ടുവരുന്ന ദേഷ്യം, അങ്ങനെയുള്ള ദേഷ്യ സ്വഭാവത്തെ അല്ല ഞാൻ ഇവിടെ പരിഗണിക്കുന്നത്. നമ്മളോട് സ്നേഹമുള്ള ആൾക്കാര് നമ്മളുടെ എന്തെങ്കിലും പ്രവൃത്തിയിലോ നമ്മുടെ സംസാരത്തിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അവർ പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെടുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളോട് ഒരു അകലം കാണിക്കുന്നതോ ദേഷ്യം കാണിക്കുന്നതിന്റെ ഒക്കെ കാരണം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് വളരെയധികം സ്നേഹമുണ്ട്. അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ തിരിച്ച് ഉള്ള നമ്മുടെ പെരുമാറ്റത്തിൽ യഥാർത്ഥത്തിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് അവരെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദേഷ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടി അതിനു വേണ്ടിയിട്ട് പറയാം. ഏറ്റവും കൂടുതൽ നമ്മള് സാധാരണ എല്ലാ വീടുകളിലും കാണുന്നതാണ്, അമ്മമാര് കുട്ടികളെ വഴക്ക് പറയുകയോ അവരെ അടിക്കുകയോ ഒക്കെ ചെയ്താല് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് കരയുന്ന കുഞ്ഞ്, ആ കുഞ്ഞെങ്ങനെയാണ് കരയുന്നത്? അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് അമ്മയുടെ കൈകളിലേക്ക് അമ്മ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് ആ അടിച്ച അമ്മയുടെ അടുത്ത് അമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നാണ് കുഞ്ഞ് കരയുന്നത്. ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നമ്മൾ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റാൻ നോക്കിയാൽ പോലും അത് കൂടുതൽ കരഞ്ഞുകൊണ്ട് പോകുന്നത് ആ അടിച്ച അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ്. എന്താണ് കാരണം? ഒരുപക്ഷെ അടിച്ചതിന്റെ റീസൺ, എന്ത് തെറ്റിനാണ് എന്നെ അടിച്ചതെന്ന് ചിലപ്പോൾ ആ കുഞ്ഞിന് ആയിട്ടുണ്ടാവില്ല, ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ആ അടികൊണ്ട വേദനയിൽ ആ കുഞ്ഞ് കരയുമ്പോഴും അത് ആശ്വാസം തേടി ചെല്ലുന്നത് അതേ അമ്മയുടെ അടുത്തേക്കാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ കുഞ്ഞിന് കഴിയുന്നുണ്ട്. അമ്മ അടിച്ചത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കുഞ്ഞിനതിലെ വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, അതാണ് കുട്ടി കരയുന്നത്. പക്ഷേ അമ്മയുടെ സ്നേഹം അതിനെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞാൻ ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റ്, നമുക്ക് മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ആ ഒരു സബ്ജക്റ്റിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. നമ്മളോട് ഒരാൾ ദേഷ്യം കാണിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് കപട സ്നേഹം കാണിക്കുന്ന ആൾക്കാരുമുണ്ട്.
നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി പണത്തിന്റെയോ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവർക്ക് പ്രയോജനം വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കപട സ്നേഹം കാണിക്കുന്നത് കൊണ്ട് അതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അപ്പം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, സന്ദർഭങ്ങളെ, മറ്റുള്ള വ്യക്തികളെ ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോരുത്തരും വളർത്തിയെടുക്കുക. കാരണം മറ്റൊന്നല്ല, യഥാർത്ഥത്തിലുള്ള സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോയാൽ, നമ്മളുടെ ആത്മാർത്ഥത തിരിച്ചറിയപ്പെടാതെ പോയാൽ അങ്ങനെ വരുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വിഷമം വലുതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കും ആ അവസ്ഥ ഉണ്ടാവരുത്. അവരുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അത് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ മാത്രമാണ്. ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതത്തിലെ നമ്മൾ ഉണ്ടാക്കുന്ന ബാക്കി എല്ലാ സമ്പത്തിനേക്കാളും മൂല്യമുള്ളത് മനുഷ്യ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുമ്പോൾ ആ ബന്ധങ്ങളിലൂടെ കിട്ടുന്ന ആ ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ ഈ ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുത്താൽ മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറാനുള്ള അവരുടെ സ്നേഹവും അവരുടെ കോപവും അവരുടെ എല്ലാ വികാരങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി പെരുമാറാനുള്ളൊരു കഴിവ് നമ്മൾ വളർത്തിയെടുത്താൽ തീർച്ചയായും അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും അത് കൂടുതൽ നന്മകൾ കൊണ്ടുവരും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.